ഈശോയെ, ഞാൻ പെട്ടല്ലോ. എൻ്റെ കർത്താവേ, എന്തും പറഞ്ഞ ഞാൻ ഇനി ഇതിന്നൊന്നും ഒഴിയാന്നാവോ? എനിക്ക് നീ തന്നെ ഒരു വഴി കാണിച്ചു തരണേ. എന്താ ഇപ്പം പറയാ രക്ഷപ്പെടാനായിട്ട്? എന്താ ഒരു വഴി? കിട്ടിപ്പോയി, അത് പറയാം. അതെ പപ്പ മമ്മ, എനിക്കിപ്പോൾ കല്യാണമൊന്നും വേണ്ട കേട്ടോ. എനിക്ക് ആദ്യം ഒരു ജോലിയൊക്കെ ആവണം. എനിക്ക് സ്വന്തം കാലിലൊക്കെ നിൽക്കണം, എന്നിട്ടൊക്കെ മതി കല്യാണമൊക്കെ. അതിനിപ്പോൾ എന്താ, ജോലിയല്ലേ നിന്റെ പ്രശ്നം? നാളെ തന്നെ നീ പോയി നമ്മുടെ കമ്പനിയിൽ ജോയിൻ ചെയ്തോ. ഞാൻ മിന്നുനോട് പറഞ്ഞേക്കാം നിനക്ക് ഏതെങ്കിലും ഒരു പൊസിഷൻ തരാനായിട്ട്. അപ്പോൾ പിന്നെ പ്രശ്നം തീർന്നില്ലേ? അയ്യോ ഇല്ല ഇല്ല, അതൊന്നും പറ്റില്ല. എനിക്ക് നമ്മുടെ കമ്പനിയിലൊന്നും ജോലി ചെയ്യണ്ട. ഞാൻ പഠിച്ച ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് എനിക്ക് സ്വന്തമായിട്ട് ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്ത് വേറെ എവിടെയെങ്കിലും എനിക്ക് ജോലി വാങ്ങിക്കണം. എനിക്ക് വേറെ കമ്പനിയിൽ ജോലി ചെയ്ത് സാലറി വാങ്ങിക്കണം. പിന്നെ നമുക്ക് സ്വന്തമായിട്ടൊരു കമ്പനിയുള്ളപ്പോൾ നീ ഇതിനെ വേറെ വല്ലയിടത്തും പോയി ജോലി ചെയ്യുന്നേ? അത് വേണം മമ്മി. എനിക്ക് എൻ്റെ ഹാർഡ് വർക്ക് കൊണ്ട് എനിക്കൊരു ജോലി വാങ്ങിക്കണം. അല്ലാതെ ഇങ്ങനെ പെട്ടെന്ന് സിമ്പിളായിട്ട് കിട്ടുന്നത് നമ്മുടെ കമ്പനിയിലാകുമ്പോഴത്തേക്ക് ഞാൻ എന്ത് ഹാർഡ് വർക്ക് ചെയ്തിട്ടാ? അത് നെപ്പോട്ടിസാണെന്ന് ആൾക്കാർ വിചാരിക്കുള്ളൂ. എനിക്ക് അങ്ങനെയൊന്നും പറ്റില്ല. എനിക്ക് എൻ്റെ ഹാർഡ് വർക്ക് കൊണ്ട് തന്നെ ഒരു ജോലി കിട്ടണം. പെണ്ണെ, വെറുതെ വാശി പിടിക്കരുത് കേട്ടോ. ഓരോ കാരണങ്ങൾ കണ്ടുപിടിച്ചോണ്ട് വന്നോളൂ അവള് കല്യാണം വേണ്ടാന്ന് വെക്കാനായിട്ട്. അയ്യോ മമ്മി, ഇതല്ല, അങ്ങനെയല്ല. എനിക്ക് കല്യാണം കഴിക്കുന്നതിന് പ്രശ്നമില്ല. പക്ഷെ അതിന് മുന്നേ എനിക്കൊരു ജോലി ആവണം, സ്വന്തം കാലിൽ നിൽക്കണം എന്നല്ലേ ഞാൻ പറഞ്ഞോളൂ. അത് പക്ഷേ നമ്മുടെ കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ട് എനിക്ക് വേണ്ട. ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുന്നേ തന്നെ ഇവിടെയുള്ള ഒരുപാട് കമ്പനീസിന് ആപ്ലിക്കേഷൻസ് ഒക്കെ അയച്ചിട്ടുണ്ട്. എനിക്ക് 2-3 കമ്പനീസിൽ നിന്നൊക്കെ ഇൻ്റർവ്യൂ കോളും വന്നിട്ടുണ്ട്. ഞാൻ അതൊക്കെ ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കട്ടെ, എന്നിട്ട് നമുക്ക് പയ്യെ ഡിസൈഡ് ചെയ്യാം. അല്ലെങ്കിൽ എന്തിനാ മമ്മി എന്നിപ്പോൾ ദൂരത്തിൽ പിടിച്ച് കെട്ടിച്ചു വിടുന്നത്? എനിക്ക് കല്യാണത്തിനുള്ള മെച്യൂരിറ്റി ഒക്കെ ആയോ? ഇല്ല മമ്മി, മമ്മിക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അതുപോലെ തന്നെ ഞാനിങ്ങോട്ട് വന്നല്ലേ ഉള്ളൂ മമ്മി. അപ്പം തന്നെ എന്നെ കെട്ടിച്ചുവിടാന്ന് പറഞ്ഞാൽ മമ്മിക്ക് എന്നെ കാണണ്ടേ? 2 വർഷത്തിന് ശേഷമല്ലേ ഞാൻ ഇങ്ങോട്ട് വരുന്നത്. എന്നെ ഒന്ന് കൺകുളിർക്കി കാണുന്നതിന് മുന്നേ തന്നെ കെട്ടിച്ചുവിടാൻ പ്ലാൻ ചെയ്യുന്നു. എന്താ മമ്മി ഇങ്ങനെയൊക്കെ? ചിന്നു, നിന്റെ വിളച്ചിലൊന്നും എൻ്റെ അടുത്ത് എടുക്കാൻ നിൽക്കണ്ട കേട്ടോ. കല്യാണം മുടക്കാനും കല്യാണം വേണ്ടാന്ന് വെക്കാനും അവൾ കണ്ടുപിടിച്ചുകൊണ്ട് വരുന്ന ഓരോരോ കാരണങ്ങൾ. നീ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഞങ്ങൾ പ്രപ്പോസൽസ് നോക്കാൻ പോവാ നിനക്ക്. അയ്യോ മമ്മി, എനിക്കിപ്പോൾ വേണ്ട മമ്മി. പപ്പ ഒന്ന് പറ പപ്പ പ്ലീസ്. എനിക്ക് ആദ്യം ഒരു ജോലിയൊക്കെ ആവട്ടെ, എന്നിട്ടൊക്കെ പയ്യെ മാറ്റി. പപ്പ ഒന്ന് പറ പപ്പ മമ്മിയുടെ അടുത്ത് പ്ലീസ് പപ്പ. ശരി ശരി ശരി, എനിക്ക് കിടന്ന് കരയാൻ നിൽക്കണ്ട. ശരി, ജോലിയൊക്കെ ആയിട്ട് ഒന്ന് സെറ്റിലായിട്ടൊക്കെ മതി. ഓക്കെ, നമുക്ക് സാവധാനം നോക്കാം. ഭാഗ്യം, അതേറ്റിട്ടുണ്ട്. ഈശ്വര, താങ്ക് യു. ശരി എന്നാ, ആയിക്കോട്ടെ. അല്ല, നീ വല്ലതും കഴിച്ചാന്ന് ചെയ്യുന്നു? മമ്മി, ഞാൻ കഴിച്ചിട്ടാ വന്നത്. എന്ത് നടന്നില്ലെങ്കിലും പിന്നെ അത് പിന്നെ സമയത്തിന് നടന്നോളല്ലോ. അല്ലാത്ത പിന്നെ വിശന്നപ്പോഴത്തേക്കും ഞാൻ പിന്നെ പുറത്തുനിന്ന് കയറി റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിച്ച്. അതെന്നെ പറഞ്ഞേ. എന്നാൽ 2 വർഷത്തിന് ശേഷം വരുവാണ്. മമ്മിയുടെ കൈ കൊണ്ടുണ്ടാക്കിയ ഫുഡ് കഴിക്കണം, വീട്ടിലെത്തുന്ന വരെ വെയിറ്റ് ചെയ്യാം എന്നുള്ളൊരു ചിന്തയൊന്നും നിനക്കില്ലല്ലോ. എൻ്റെ അന്നക്കുട്ടി, ഇനി അതിനെ വേണം കണ്ട. ഞാനിനി ഇവിടെ തന്നെ കാണുമല്ലോ. ഇഷ്ടം പോലെ എൻ്റെ മമ്മിയുടെ കൈ കൊണ്ടുണ്ടാക്കിയ ഫുഡ് ഞാൻ കഴിക്കുമല്ലോ. എൻ്റെ ചുന്ദരി മമ്മിയല്ലേ, പെണങ്ങല്ലേ കേട്ടോ. മതി മതി, സോപ്പ് ഇടണ്ട. ശരി എന്നാ, നീ പോയി ഫ്രഷായിട്ടെന്നാ റെസ്റ്റ് എടുക്കാൻ നോക്ക്. കണ്ടോ, ഇതാണ് എൻ്റെ അന്നമ്മ. അല്ലാതെ ഒരുമാതിരി മറ്റേ മൈ ബോസിലെ സായികുമാറിനെ പോലെ ഒന്നും ആവല്ലേ കേട്ടോ അമ്മേ. ഇരി നിന്നെ ഞാനുണ്ടല്ലോ. അയ്യോ എന്താ, ഞാൻ പോയി. കുഞ്ഞേ, മേമ എന്നാ പോയിട്ട് ഫ്രഷ് ആയിട്ടൊക്കെ വരാട്ടോ. എടി, നിന്ന് വാചകം അടിക്കാതെ ഒന്ന് വേഗം ചെന്ന് ഫ്രഷ് ആവടി. ഞാൻ പോയി ഇതാ വന്നു. മിന്നു, എന്താണ് ഇങ്ങോട്ടേക്കൊരു വരവ്? ഒന്നുമില്ല. എനിക്ക് നിന്റെ കൂടെ കിടക്കണം തോന്നി, അതുകൊണ്ട് ഞാൻ വന്നു. ഞാനിന്ന് ഇവിടെ കിടന്നോട്ടെ പ്ലീസ്. എടി, ഞാൻ കിടക്കുമ്പോൾ ലേറ്റ് ആവും. എനിക്ക് നാളെ മീറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യാനുണ്ട്. അതുകൊണ്ട് കുഞ്ഞിനെ പോലും ഞാൻ പപ്പയുടെ മമ്മിയുടെയും കൂടെ കിടത്തിയത്. അവൾ എൻ്റെ കൂടെ കിടക്കണമെന്ന് പറഞ്ഞിട്ട് എനിക്ക് കിടത്താൻ പറ്റില്ല, ലേറ്റ് ആവുന്നതുകൊണ്ട്. അവളോട് ഇന്നിപ്പോൾ അവരുടെ കൂടെ കിടക്കാൻ പറഞ്ഞു ഞാൻ. അതൊന്നും കുഴപ്പമില്ല. നീ നിൻ്റെ ഫയൽസൊക്കെ നോക്കിയാൽ കഴിയുമ്പോഴത്തേക്കും വന്ന് കിടന്നാൽ മതി. ഞാൻ ഇവിടെ തന്നെ കിടക്കുള്ളൂ. എനിക്കിന്ന് നിൻ്റെ കൂടെ കിടക്കണം. എന്താണിത്, പതിവില്ലാത്തൊരു സ്നേഹം? എന്തോ കാര്യസാധ്യമുണ്ടല്ലോ. അങ്ങനെയൊന്നുമില്ല. പിന്നെ ഞാൻ നിൻ്റെ അടുത്ത് കാര്യസാധ്യത്തിന് വേണ്ടി മാത്രമാണ് വരുന്നത്. നീ തന്നെ ഒന്ന് ആലോചിക്കുക, എത്ര നാളായി നമ്മൾ 2 പേരും ഒരുമിച്ചൊന്ന് കിടന്നിട്ട്. ഞാൻ പോകുന്നതിന് മുന്നേ നമ്മൾ ഒരുമിച്ചൊക്കെ കിടക്കാറുണ്ടായിരുന്നല്ലോ ഇടയ്ക്കൊക്കെ.
പിന്നെ കുഞ്ഞു ഉണ്ടാവുന്നവരെ നമ്മൾ ഒരുമിച്ച് തന്നെ അല്ലായിരുന്നോ കിടന്നിരുന്നേ. അപ്പോൾ എനിക്ക് അങ്ങനെ നിൻ്റെ കൂടെ കിടക്കുന്ന മിസ് ചെയ്തുകൊണ്ടല്ലേ ഞാൻ വന്നേ. ഓ ശരി ശരി, ഇനി അതിൻ്റെ പേരിൽ വേറൊരു പ്രസംഗം തുടങ്ങണ്ട, കിടന്നോ. ആ അതാണ് എൻ്റെ മിന്നു. മിന്നു മിന്നൂസേ മിന്നു. ഓ എന്താടി, എന്താ? അതെ, ഞാനൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്തു തരൂ. ആ ഞാൻ പറഞ്ഞില്ലേ അപ്പോഴേ, നീ ഇവിടെ കിടക്കാന്ന് പറഞ്ഞ് വന്നപ്പോഴേ എനിക്ക് തോന്നി എന്തോ കാര്യം സാധിക്കാനുണ്ടെന്ന്. എന്താ? കല്യാണം മുടക്കാനാണെങ്കിൽ മോളെ അതിനൊന്നും ഞാൻ കൂട്ട് നിൽക്കത്തില്ല കേട്ടോ. നിന്നെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പറഞ്ഞു വിടാനായിട്ട് നോക്കുമ്പോഴാണ് ഞാൻ നിന്റെ കല്യാണം മുടക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അതൊന്നും പറ്റത്തില്ല. ഓ അതൊന്നുമല്ല, വേറൊരു കാര്യമാണ്. അല്ല, ആ കല്യാണത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്. ഞാൻ ചോദിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. സത്യം പറയണേ, നിനക്ക് വേറെ ലൈനില്ലേ? അതുകൊണ്ടല്ലേ നീ നേരത്തെ കല്യാണം വേണ്ടാന്ന് പറഞ്ഞ കല്യാണക്കാര്യം പറഞ്ഞപ്പോൾ? എനിക്കോ? ഇല്ലല്ലേ, എനിക്കൊരു റിലേഷനൊന്നുമില്ല. ആ ഇല്ലാന്ന് പറിച്ചുള്ള തന്നെ എന്തോ ഒരു വശപ്പശക്കുണ്ടല്ലോ. പിന്നെ നിനക്ക് തോന്നുന്ന ഒന്ന് പോയി അവിടെ നിന്ന്. ഞാൻ അതൊന്നും അല്ല പറയാൻ വന്നത്. അതെ, എനിക്കൊരു ഹെൽപ്പ് ചെയ്യാവോ? ഞാൻ അത് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് വന്നേ. ഹെൽപ്പോ? എന്ത് ഹെൽപ്പ്? നിനക്കെന്താ വേണ്ടേ? പ്രത്യേകിച്ചൊന്നുമില്ല, നിനക്ക് ചെയ്യാൻ പറ്റുന്നൊരു ഹെൽപ്പ് തന്നെയാണ്. അതെന്താ അങ്ങനെ ഒരു ഹെൽപ്പ്? നീ കാര്യം പറയും. അതെ, എൻ്റെ ഒരു ഫ്രണ്ട് സ്റ്റഡീസൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് കുറച്ച് നാളായി ജോബ് അന്വേഷിച്ച് നടക്കുന്നു. പക്ഷേ പറ്റിയ ജോബൊന്നും കിട്ടിയില്ല. അപ്പോൾ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ നിനക്ക്? ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് നമ്മുടെ കമ്പനിയിലേക്ക് വന്നോളാൻ പറയട്ടെ നാളെ. നീ പറ്റിയ ജോബ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൊടുക്കാവോ? അല്ല, ആരാ ഈ ഫ്രണ്ട്? അത് ഞാൻ പറയാം, പക്ഷെ നീ ജോബ് കൊടുക്കുന്ന എനിക്ക് ഉറപ്പ് വരണം, എന്നാലേ ഞാൻ പറയത്തുള്ളൂ. അങ്ങനെ ആളും തരൊന്നും നോക്കാതെ പെട്ടെന്ന് ജോബ് എടുത്തു കൊടുക്കാൻ പറ്റുമോ? ആളാരാന്ന് പറ, എന്നിട്ട് ഞാൻ ആലോചിക്കാം. അത് പിന്നെ ആളാരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ പറ്റത്തില്ല എന്ന് പറയരുത്. അതാരാ അങ്ങനെ ഒരാള്? അത് പിന്നെ തരൂ. ആരെന്ന് പറഞ്ഞേ? തരൂ ഇല്ലേ, തരൂ. നമ്മുടെ കോശങ്ങളുടെ മോൻ, തരിക്കേട്ടൻ്റെ അനിയൻ തരൂ. അല്ല, അവനെന്തിനാ നമ്മുടെ കമ്പനിയിലേക്ക് വരുന്നേ? അവനവിടെ സ്വന്തമായിട്ടൊരു കമ്പനി ഉണ്ടല്ലോ, പിന്നെന്തിനാ? അത് പിന്നെ അവനും എന്നെ പോലെ തന്നെ സ്വന്തം കമ്പനിയിൽ ജോലി ചെയ്യാതെ സ്വയം ഹാർഡ് വർക്ക് കൊണ്ട് കിട്ടുന്ന വേറൊരു കമ്പനിയിൽ ജോലി ചെയ്യണമെന്ന ആഗ്രഹം, അതുകൊണ്ടാണ്. രണ്ടു കൂടി എന്തോ ഒരു ഉഡായിപ്പ് ഒപ്പിക്കാൻ പ്ലാൻ ഉണ്ടല്ലോ, അതാണെന്ന് തോന്നുന്നു. അങ്ങനെയൊന്നുമില്ല. ഇത് ശരിക്കും ഞാൻ ജെന്യുവനായിട്ട് തന്നെ ചോദിക്കുന്നതാ. അവനിങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞു ഒരു ജോലി വേണം, ജോലി നോക്കുന്നുണ്ടെന്നൊക്കെ. അപ്പോൾ ഇങ്ങനെ നമ്മുടെ കമ്പനിയിൽ ജോലി കിട്ടുമോ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു. പിന്നെ നിന്നോടൊന്ന് ചോദിച്ചു നോക്കാവോ എന്ന് ചോദിച്ചു. അതുകൊണ്ട് ഞാൻ വന്ന് ചോദിച്ചതാ. പ്ലീസ് ഡേ, എന്താണ് പ്ലീസ്, അവനൊന്ന് ജോബ് കൊടുക്ക്. പാവത്തിൻ്റെ ആഗ്രഹമല്ലേ, സാധിച്ചു കൊടുത്തേക്കുന്നേ. എന്തായാലും ഞാനൊന്ന് ആലോചിക്കട്ടെ. അവനോട് എന്തായാലും നാളെ ഡോക്യുമെന്റ്സ് ഒക്കെ ആയിട്ട് അവൻ്റെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ആയിട്ട് ഓഫീസിലേക്ക് വരാൻ പറയും, ഞാൻ നോക്കാം. ഓ താങ്ക് യു ഡേ, നീ അവൻ്റെ മുത്താടി. ഓ വരെ വെച്ചിരിക്കുന്നു. ഓക്കെ എന്നാ, അപ്പം ശരി, ഗുഡ് നൈറ്റ്. ഞാൻ ഉറങ്ങാൻ പോവാ. പപ്പാ. ഓ വന്നല്ലോ മരണം. എന്താണാവോ? എന്തോ പപ്പ ഒരു സ്നേഹമില്ലാത്ത? നിന്നോട് ചിലപ്പോൾ കൂടുതൽ സ്നേഹം കാണിച്ചാലേ അത് എനിക്ക് പണിയാവും. എന്താ വന്ന കാര്യം പറയേ. അത് പിന്നെ പപ്പ, എനിക്കൊരു ഹെൽപ്പ് ചെയ്തു തരാമോ? പപ്പാന്ന് വിളിച്ച് വരുന്ന കേട്ടപ്പോഴേ തോന്നി എന്തോ കാര്യസാധ്യത്തിനാണെന്ന്. എന്താണാവോ വേണ്ടേ? അതെ പപ്പ, എൻ്റെ ഒരു ഫ്രണ്ട് സ്റ്റഡീസൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് ഇപ്പോൾ നിൽക്കുക. കുറേ നാളായിട്ട് ജോബ് നോക്കിയിട്ട് ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ നമ്മുടെ കമ്പനിയിലൊരു ജോബ് കൊടുക്കാൻ പറ്റുമോ? അതേത് ഫ്രണ്ടാടാ? ഞാനറിയാത്തൊരു ഫ്രണ്ട് നിനക്ക്? അത് വേറെ ആരുമല്ല, നമ്മുടെ ചിന്നൂന. ചിന്നുനോ? അതിന് ചിന്നു നാട്ടിൽ വന്നോ? വന്നു. ഞങ്ങൾ ഒരുമിച്ചാ വന്നേ. ചിന്നു എത്തിയിട്ടുണ്ട് നാട്ടില്. ആഹാ, എന്നിട്ട് നീ വന്നപ്പോ ഒന്നും പറഞ്ഞില്ലല്ലോ. അത് പിന്നെ പറയാനുള്ള ഒരു ക്യാപ്പൊന്നും കിട്ടില്ലല്ലോ. അപ്പം അതൊക്കെ വീട്. ചിന്നുവിനൊരു ജോലി അവിടെ കൊടുക്കാൻ പറ്റുമോ? അവനോട് പറഞ്ഞാൽ അതൊന്നും നടക്കത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ പപ്പയുടെ അടുത്ത് ഒന്ന് ചോദിച്ചത്. പ്ലീസ് പപ്പ, അവൾക്ക് ഒരു ജോബ് സെറ്റ് ചെയ്ത് കൊടുക്കും പപ്പ. അല്ല, ചിന്നുവിനെന്തിനാ അവിടെ നമ്മുടെ കമ്പനിയിൽ ജോലി? അവൾക്ക് അവിടെ ഒരു സ്വന്തമായിട്ട് കമ്പനി ഉള്ളപ്പോൾ അവൾ അവിടെയല്ലേ ജോയിൻ ചെയ്യത്തുള്ളൂ.
ഇല്ല പപ്പ, അവൾ പറഞ്ഞിട്ട് ഞാൻ പപ്പേനോട് ചോദിച്ചത്. അവൾക്ക് അവരുടെ കമ്പനി തന്നെ ജോലി ചെയ്യണ്ട, അവൾക്ക് സ്വന്തമായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് കിട്ടുന്ന ഒരു ജോലി കൊണ്ട് ഏൺ ചെയ്യണം എന്നാണ് അവളുടെ ആഗ്രഹം. ഓ കണ്ടോ, അങ്ങനെയാണ് നല്ല കുട്ടികൾ. ഇവിടെ എനിക്ക് ഒരെണ്ണം ഉണ്ട്. എന്തിനു കൊള്ളാടെ നിന്നെ കൊണ്ട്? പപ്പ അങ്ങനെ എന്നെ കളിയാക്കരുത്. ഞാനും നാളെ തൊട്ട് നന്നാവാൻ തീരുമാനിച്ചു പപ്പ. ഞാൻ നാളെ തൊട്ട് ജോലിക്ക് പോവാണ്. ഓ എൻ്റെ കർത്താവേ, നീ എൻ്റെ മോന് നല്ല ബുദ്ധി തോന്നിച്ചോ? ആട്ടെ, അപ്പോൾ നാളെ തൊട്ട് നീ നമ്മുടെ കമ്പനിയിൽ പോകാൻ തീരുമാനിച്ചോ? നമ്മുടെ കമ്പനിയിലല്ല, ഞാൻ അവരുടെ കമ്പനിയിലാണ് പോകുന്നേ. എന്തോന്ന് എനിക്ക് മനസ്സിലായില്ല, അതങ്ങോട്ട് എനിക്ക് പിടികിട്ടിയില്ല. അല്ല പപ്പ, ഞാൻ പറഞ്ഞല്ലോ അവൾക്ക് വേറൊരു സ്ഥലത്ത് വർക്ക് ചെയ്തിട്ട് സ്വന്തമായിട്ട് ഏൺ ചെയ്യാനാണ് ആഗ്രഹം. എനിക്കും അതുപോലെ തന്നെ നമ്മുടെ കമ്പനി അല്ലാത്ത വേറൊരു കമ്പനിയിൽ വർക്ക് ചെയ്തിട്ട് സ്വന്തമായിട്ട് ഏൺ ചെയ്യാൻ ആഗ്രഹം. അതുകൊണ്ട് ഞാൻ അവരുടെ കമ്പനിയിൽ പോകുന്നു, അവൾ നമ്മുടെ കമ്പനിയിൽ വരുന്നു. സിമ്പിൾ. ഓഹോ അങ്ങനെ. മക്കള് രണ്ടും കൂടി എന്താ പ്ലാൻ ചെയ്യുന്നേ? എന്ത് പ്ലാൻ? അയ്യോ, ഞങ്ങളൊന്നും പ്ലാൻ ചെയ്തില്ല. എടാ മോനെ, കളിക്കല്ലേ. നീ എൻ്റെ അല്ലേ വിത്ത്, എനിക്കറിയാത്തൊന്നല്ലല്ലോ നിന്റെ. എന്താടാ മര്യാദ കാര്യം പറയടാ നീ. അത് പിന്നെ പപ്പ. ഓ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കുഞ്ഞുമക്കളുടെ പ്ലാനിങ്സ്. യാ ഇത് വല്ലതും നടക്കൂടേ? നടക്കണമല്ലോ, നടക്കും. എന്തായാലും നടക്കും പപ്പ. നടന്നാ കൊള്ളാം. അതൊക്കെ ഞങ്ങൾ സെറ്റായിക്കോളാം പപ്പ. പപ്പ ഞാൻ പറഞ്ഞ കാര്യം എന്തായി, ഒന്ന് അവൾക്ക് അവിടെ ഒരു ജോബ് സെറ്റാക്കി കൊടുക്കൂ പ്ലീസ് പപ്പ. അവനോട് പറഞ്ഞാൽ ശരിയാവത്തില്ല, ചിലപ്പോൾ ചൂടാവുകയും ചെയ്യും, പിന്നെ കാര്യമൊന്നും നടക്കത്തില്ല. അതുകൊണ്ടാണ് പിന്നെ ഞാൻ പപ്പ എടുത്തോന്ന് പറഞ്ഞ പ്ലീസ് പപ്പ, ഒരു ജോലി അവൾക്ക് സെറ്റാക്കി കൊടുക്കും പപ്പ. പറ്റുമെങ്കിൽ അവൻ്റെ പേഴ്സണൽ സെക്രട്ടറി ആയിട്ട് തന്നെ ഇരുന്നോട്ടെ. എന്തിനാ അവർ നമ്മളായിട്ട് കുറയ്ക്കാൻ നിൽക്കുന്നേ? അതാവുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് പണി കുറച്ചും കൂടി എളുപ്പവുമാവും. ആ ശരി, ആയിക്കോട്ടെ. ഇതൊക്കെ നടന്ന് കണ്ടാ മതി. അവളോട് നാളെ കമ്പനി പോയി ജോയിൻ ചെയ്തോളാം പറ, ഞാൻ അവനോട് പറഞ്ഞോളാം. ഓ താങ്ക് യു പപ്പ. പപ്പ മുത്താണ് പപ്പ, താങ്ക് യു സോ മച്ച്. മതി, പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. ശരി പപ്പ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. പിന്നെ ഈ പ്ലാൻ്റെ കാര്യം നമ്മൾ രണ്ടുപേരും മാത്രം അറിഞ്ഞാൽ മതി കേട്ടോ. മമ്മീനോടൊന്നും പറഞ്ഞേക്കില്ലേ. അവളെങ്ങാനും ഞാൻ പപ്പേനോട് ഈ പ്ലാൻ്റെ കാര്യമൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാൽ കൊല്ലും എന്നെ. അവളെ സീക്രട്ട് ആക്കി വെക്കണമെന്ന് പ്രത്യേകം എൻ്റെ അടുത്ത് പറഞ്ഞതാ. പിന്നെ വേറെ നിവർത്തിയില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞെന്നുള്ളൂ. ഓ ശരി, ഞാനായിട്ട് ആരുടെ അടുത്തും പറയാനൊന്നും പോകുന്നില്ല. താങ്ക് യു പപ്പ. അപ്പോൾ ഓക്കെ, ശരി എന്നാൽ ഒന്നുകൂടെ ഗുഡ് നൈറ്റ്. ഇതാരെ ഈ നേരത്ത്? അയ്യോ തരൂ. അവൻ വിളിക്കാന്ന് പറഞ്ഞാണല്ലോ, ഞാൻ മറന്നുപോയി. പയ്യെ ഒച്ച ഉണ്ടാക്കാതെ പോകാം. ഹലോ, പറയട തരൂ, എന്തായി? നീ എന്താടി കോപ്പി ഫോൺ എടുക്കുക ഇത്ര നേരെടുത്തേ? എടാ സോറിടാ, ഞാൻ ഉറങ്ങിപ്പോയടാ, അതാടാ. അല്ല നീ കാര്യം പറ, എന്തായി? പപ്പനോട് സംസാരിച്ചോ? പെർമിഷൻ കിട്ടിയോ? പിന്നെ ഈ തരൊരു കാര്യം ഏറ്റു കഴിഞ്ഞത് എന്തായാലും നടത്തിയിട്ടല്ലേ അടങ്ങുള്ളൂ. നീ എന്തെന്നെ പറ്റി വിചാരിച്ചേ? എല്ലാം സെറ്റാണ്. പപ്പ നാളെ രാവിലെ നിന്നോട് കമ്പനിയിലേക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. കിച്ചനോടും പപ്പ നാളെ രാവിലെ സംസാരിച്ചോളാന്നാണ് പറഞ്ഞേക്കുന്നത്. നീ എന്തായാലും ഒരു 10 o'clock ആകുമ്പോഴത്തേക്ക് അങ്ങോട്ട് പോക്കോ. ഓക്കെ സെറ്റ്. അല്ല അവിടുത്തെ കാര്യം എന്തായി? നിന്നെ സമ്മതിച്ചോ? പിന്നല്ലാതെ സമ്മതിച്ചില്ലെങ്കിൽ സമ്മതിപ്പിച്ചെടുക്കുമല്ലോ ഞാൻ. നമ്മുടെ ആവശ്യമായി പോയില്ലേ. നിന്നോട് നാളെ രാവിലെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ആയിട്ട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടോ അവള്? അപ്പോൾ എല്ലാം നമ്മൾ വിചാരിച്ച പോലെ തന്നെ നടന്നു അല്ലേ? കൊള്ളാം, അടിപൊളി. ഇനി ബാക്കി കാര്യങ്ങളും കൂടി ഇതേപോലെ അങ്ങ് സ്മൂത്തായിട്ട് പോയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. അതൊക്കെ പൊക്കോളും. ഇതേ ഈ ചിന്നുവിൻ്റെ പ്ലാനാ. അപ്പോൾ അതെല്ലാം നല്ല രീതിക്ക് തന്നെ നടക്കുള്ളൂ. നടന്നാൽ മതിയായിരുന്നു. എന്നാൽ ശരി, എന്നാ നീ പോയി കിടന്നോ. നമുക്കപ്പോൾ നാളെ തൊട്ട് നമ്മുടെ പണി തുടങ്ങാം. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ. ഓക്കേടാ, ശരി എന്നാൽ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ചിന്നു നീ എഴുന്നേക്കുന്നില്ലേ? എത്ര നേരം ഞാൻ വിളിക്കുന്നേ? നിനക്കിന്ന് ജോയിൻ ചെയ്യേണ്ടതല്ലേ? മമ്മി ഞാൻ എഴുന്നേക്കൊരു 5 മിനിറ്റ് കൂടെ. 5 മിനിറ്റ് 10 മിനിറ്റ് എന്ന് പറഞ്ഞ അവിടെ കിടന്നോട്ടോ. സമയം എത്രയായെന്നാ വിചാരം? മണി 9 ആയി. 9 മണിയല്ലായിട്ടു. എത്ര മണിയെന്ന് പറഞ്ഞേ?
അയ്യോ 9 മണിയോ, കർത്താവേ ഞാൻ ഇന്ന് ലേറ്റ് ആവും ദൈവമേ. മമ്മി ശരിയെന്നാ, ഞാൻ ഇറങ്ങുവാണേ. പപ്പ അവള് പോയായിരുന്നോ? അവളും കുഞ്ഞും എപ്പോഴേ പോയി, നീയാണ് ലേറ്റ്. ഓ അയ്യോ ശരിയെന്നാ പപ്പ, ഞാൻ ഇറങ്ങുവാണേ. മമ്മി പോവാണേ, ബൈ ബൈ. ആ വിളിക്കുമ്പോഴത്തേക്ക് എഴുന്നേക്കത്തില്ല, എന്നിട്ട് ഇതാ ഫുഡ് കഴിക്കാതെ പൊക്കോളും. ഈ പെണ്ണിനെ കൊണ്ട് എന്താ ചെയ്യാ? ആ കിച്ചു, നീ വന്നോ? എനിക്ക് എന്നോട് ഒരു കാര്യം പറയാനുണ്ട്. എന്താ പാപ്പ? അതെ, ഇന്ന് തൊട്ട് ചിന്നു ഇല്ലേ, നമ്മുടെ മാത്യുവിൻ്റെ മോള്, ചിന്നു നമ്മുടെ കമ്പനിയിൽ വർക്ക് ചെയ്യുമായിരിക്കും. നിന്റെ പേഴ്സണൽ അസിസ്റ്റൻ്റ് ആയിട്ടാണ് ഞാൻ ആൾ അപ്പോയിൻറ്റ് ചെയ്തേക്കുന്നത്. അല്ല അതെന്തിനാ പപ്പ എന്നോട് ചോദിക്കാതെ? പപ്പ എന്താ പപ്പ എന്നോടൊരു വാക്ക് ചോദിക്കാൻ? എന്നോട് കൂടി ചോദിച്ചിട്ട് വേണ്ടി ഇതൊക്കെ തീരുമാനിക്കാനായിട്ട്. എടാ, ഞാനിപ്പോഴും ആ കമ്പനിയിൽ MD തന്നെയാണ്. അപ്പോൾ ആരെയൊക്കെ അപ്പോയിൻറ്റ് ചെയ്യണമെന്നും ആരെയൊക്കെ ഡിസ്മിസ് ചെയ്യണമെന്നും എനിക്ക് ഒറ്റയ്ക്ക് ഡിസൈഡ് ചെയ്യാനുള്ള റൈറ്റ്സ് ഒക്കെ ഇപ്പോഴും ഉണ്ട് കേട്ടോ. അതല്ല പപ്പ, എന്നാലും ചിന്നുവിന് എന്താണ് ഒരു കുഴപ്പം? ചിന്നു അവിടെ വർക്ക് ചെയ്യും, അതും നിന്റെ പേഴ്സണൽ അസിസ്റ്റൻ്റായിട്ട് തന്നെ. നീ തൽക്കാലം ഞാൻ പറയുന്ന അങ്ങോട്ട് അനുസരിച്ചാൽ മതി കേട്ടോ. വാവ്, അതെനിക്കിഷ്ടമായി. പപ്പ പൊളിച്ച്. പപ്പയായിട്ടെല്ലാം തീരുമാനിച്ചെങ്കിൽ പിന്നെ ഇനിയിപ്പോൾ ഞാനെന്ത് പറയാനാ? എന്ത് പറഞ്ഞിട്ടും കാര്യവുമില്ലല്ലോ. അല്ല നീയും കൂടി ഇത്ര രാവിലെ തന്നെ എഴുന്നേറ്റ് റെഡിയായിട്ട്? അതോ ഞാൻ ഓഫീസിലേക്ക് പോവാം. ഓ നീയും വരുന്നുണ്ടോ അങ്ങോട്ടേക്ക്? ഞാൻ അങ്ങോട്ടേക്കല്ല വരുന്നത്, ANG കൺസ്ട്രക്ഷൻ ഓഫീസിലേക്കാണ് പോകുന്നത്. നീ എന്തിനാ അങ്ങോട്ട് പോയി വർക്ക് ചെയ്യുന്നത്? അത് പിന്നെ ഇവന് നമ്മുടെ കമ്പനിയിൽ വർക്ക് ചെയ്യണ്ട, ഇവൻ്റെ ഹാർഡ് വർക്ക് കൊണ്ട് ഇവന് കിട്ടുന്ന ജോബ് കണ്ടുപിടിച്ചിട്ട് ഇവന് വർക്ക് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അതാ. എന്നാലും നിനക്ക് വേറെ ഒരു കമ്പനിയും കിട്ടിയില്ലേടാ ജോയിൻ ചെയ്യാനായിട്ട്? അതിന് നിനക്ക് എന്താണ് ഏട്ടാ പ്രശ്നം? ഞാനല്ലേ വർക്ക് ചെയ്യാൻ പോകുന്നത്, എനിക്കിഷ്ടമുള്ള കമ്പനി തന്നെയാണ് ഞാൻ വർക്ക് ചെയ്യാൻ പോകുന്നത്. എടാ, അവനവന് ഇഷ്ടമുള്ള പോലെ ചിന്താന്ന് വെച്ചാൽ ചെയ്തോട്ടെ, നീ അതിലിടപെടാൻ നിൽക്കണ്ട. ഓ അല്ലേലും ഞാനിവിടെ എന്തെങ്കിലും പറയുമ്പോഴാണല്ലോ കുറ്റ. ഞാനായിട്ട് ഒന്നിലിടപെടാൻ വരുന്നില്ലേ? ആ മിന്നുവിൻ്റെ അടുത്തേക്കാണോ പോകുന്നവൻ? അതെന്തായാലും നന്നായി. അവളെന്തായാലും നല്ല രീതിക്കാണ് എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അവളെ കണ്ട് മര്യാദക്ക് ഇവൻ പഠിക്കട്ടെ ആദ്യം. അതോർത്ത് മമ്മി പേടിക്കണ്ട, ഞാൻ എല്ലാം നല്ല അടിപൊളിയായിട്ട് ചെയ്തിരിക്കും. ആ ചെയ്താൽ നിനക്ക് കൊള്ളാം. ഡോണ്ട് വെരി മമ്മി. ശരി. എടാ പിന്നെ കിച്ചു, ചിന്നുമോളോട് നന്നായിട്ടൊക്കെ പെരുമാറണം കേട്ടോ. വെറുതെ നീ ദേഷ്യം വെച്ച് അവളോടൊന്നും ദേഷ്യത്തിൽ പെരുമാറൊന്നും ചെയ്യരുത് കേട്ടോ. ഓ ഇല്ല മമ്മി, അതിന് എനിക്ക് അവളോട് എന്താ ദേഷ്യം? എനിക്ക് അവളോട് ദേഷ്യമൊന്നുമില്ലല്ലോ, ഞാൻ മര്യാദക്ക് തന്നെ പെരുമാറിക്കോളാം അവളോട്. അല്ലെങ്കിൽ മര്യാദയ്ക്ക് പെരുമാറാൻ പാടുള്ളൂ, അവളോട് മോശമായിട്ടൊന്നും പെരുമാറാൻ പാടില്ല എന്ന് പറഞ്ഞതാ. ഓ ഇല്ല എൻ്റെ പപ്പ മമ്മ, ഞാൻ മര്യാദക്ക് എന്നെ പെരുമാറിക്കോളാം. ശരി എന്നാ ഞാൻ ഇറങ്ങും, ഓഫീസിലേക്ക് പോകുക ഞാൻ. എന്നാ മാതാശ്രീ പിതാശ്രീ ഞാനും അങ്ങോട്ട് ഇറങ്ങുകയാണ്. ഓക്കെ ബൈ. ഒരു ഓൾ ദ ബെസ്റ്റ് ഒക്കെ പറയായിരുന്നു. ഓ ഓൾ ദ ബെസ്റ്റ്. ഇതെന്ത് ഓൾ ദ ബെസ്റ്റ് പപ്പ? ഒരു സ്നേഹമില്ലാതെ. മമ്മി പറ മമ്മി. ഓൾ ദ ബെസ്റ്റാ കുട്ടാ. കണ്ടോ, അതാണ് എൻ്റെ മമ്മി. അപ്പോൾ ഓക്കെ ശരി എന്നാ മമ്മി പപ്പ ബൈ, ഞാൻ ഇറങ്ങുവാണേ. മേ കമിൻ മാഡം? ആ തരൂ. യെസ് കമിൻ, വാ വന്നിരിക്കുക. ഇവിടെ കൊണ്ടുവന്ന സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ഒന്ന് തരാമോ? നോക്കട്ടെ ഞാൻ. ഓ ദാ എന്നാ മാഡം. ഓക്കെ, തരുണിൻ്റെ കാര്യം ഞാൻ ജിസുവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ പേഴ്സണൽ അസിസ്റ്റൻ്റ് ആയിട്ടാണ് ഞാൻ അപ്പോയിൻറ്റ് ചെയ്യാൻ പോകുന്നത്. കുഴപ്പമില്ലല്ലോ? ഇല്ല മാം, കുഴപ്പമില്ല. ഓക്കെ തരൂ. നമ്മളിപ്പോൾ വേർമേഴ്സ് കമ്പനിയായിട്ടൊരു കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വർക്കിൻ്റെ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുന്നതിൻ്റെ തിരക്കിലാണ്. ഇനിയിപ്പോൾ ആ കോൺട്രാക്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് ഞാൻ തരുവിനെ ഏൽപ്പിക്കാൻ പോവാണ്. എല്ലാം നന്നായിട്ട് ചെയ്യില്ലേ തരൂ? ഓ പിന്നെ എന്താ മാം, ഞാൻ ചെയ്തോളാം. ഞാൻ എല്ലാം മാക്സിമം നന്നായിട്ട് തന്നെ ചെയ്യാൻ നോക്കാം മാം. ഓക്കെ തരൂ. എന്നാൽ ജിസുവിൻ്റെ അടുത്തേക്ക് ചെന്നോളൂ കേട്ടോ. വേർമേഴ്സ് കമ്പനിയുടെ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളും പിന്നെ നമ്മൾ സൈൻ ചെയ്ത കോൺട്രാക്റ്റിൻ്റെ ഡീറ്റെയിൽസും എല്ലാം ജിസുവിൻ്റെ കയ്യിലുണ്ട്. അതെല്ലാം വാങ്ങിയിട്ട് എല്ലാം ഒന്ന് സ്റ്റഡി ചെയ്യട്ടോ. ഓക്കെ മാം, താങ്ക് യു. ആ പിന്നെ തരൂ, എൻ്റെ മാമിനൊന്നും വിളിക്കണ്ട കേട്ടോ, ജുവൽ എന്ന് വിളിച്ചാൽ മതി. നമ്മൾ തമ്മിൽ വലിയ ഡിഫറൻസ് ഒന്നുമില്ലെങ്കിലും നീ എന്നേലും മൂത്തതല്ലേ, അപ്പോൾ ജുവൽ എന്ന് വിളിച്ചാൽ മതി. എനിക്കറിയാം നിനക്ക് മിന്നു എന്ന് വിളിച്ച ശീലം എന്നുള്ളത്, പക്ഷെ നമ്മൾ ഓഫീസിലാകുമ്പോഴത്തേക്കും ഒഫീഷ്യൽ നെയിംസ് യൂസ് ചെയ്യണമല്ലോ, അതുകൊണ്ടാട്ടോ ഞാൻ ഇപ്പോൾ ജുവൽ എന്ന് വിളിക്കാൻ പറഞ്ഞത്. കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഇല്ല മാം, കുഴപ്പമൊന്നുമില്ല. അയ്യോ സോറി, ഇല്ല ജുവൽ, കുഴപ്പമൊന്നുമില്ല. ആദ്യം കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, പക്ഷെ എന്നാലും ഞാൻ ശീലാക്കിക്കോളാം. ഓക്കേടാ, എന്നാ നീ ചെല്ല്.
ജിസുവിനോട് നിന്നെല്ലാം കാണിച്ചു തരാൻ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അങ്ങോട്ടേക്ക് ചെന്നോട്ടോ. ഓക്കെ ജുവൽ. സർ, മേ കമിൻ? യെസ് കമിൻ. ആ ചിന്നു, നീയായിരുന്നോ? വാ കയറി വാടോ, ഇവിടെ വന്നിരിക്കെ. താങ്ക് യു. നീ എന്നാടി തിരിച്ചു വന്നേ? എന്നിട്ടൊന്നും വിളിച്ചു പോലുമില്ലല്ലോ അടി. ഞാൻ ഇന്നലെ വന്നേട്ടാ. തരുമൊന്നും പറഞ്ഞില്ലേ, ഞാൻ അവൻ്റെ കൂടെ ഒരുമിച്ചാണല്ലോ വന്നേ. ആണോ? എന്നിട്ട് ചെറുക്കനൊന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ പിന്നെ ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, എല്ലാവർക്കും ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ആ കൊള്ളാം. ആ എന്തായാലും പപ്പ പറഞ്ഞിരുന്നു എൻ്റെ അടുത്ത് നിന്ന് രാവിലെ നീ വരും എന്നുള്ളത്. നിന്നെ എൻ്റെ പേഴ്സണൽ അസിസ്റ്റൻ്റായിട്ടാണ് പപ്പ അപ്പോയിൻറ്റ് ചെയ്തേക്കുന്നത്. നിനക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ എന്നെ? ഏയ്, എനിക്കെന്ത് പ്രശ്നം? എനിക്ക് എന്തായാലും കുഴപ്പമില്ല, ഞാൻ ഹാപ്പിയാണ്. ഓ ശരി, എന്നാ ആയിക്കോട്ടെ. എന്തായാലും നീ വരുന്ന കാര്യം ഞാൻ ജാക്സനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നീ എന്നാൽ അവൻ്റെ അടുത്തേക്ക് ചെല്ലട്ടോ. അവൻ നിനക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരും നിൻ്റെ ജോബ് ഡീറ്റെയിൽസിൻ്റെ കാര്യവും നിൻ്റെ റെസ്പോൺസിബിലിറ്റീസും ഡ്യൂട്ടീസും എന്തൊക്കെയാണെന്നുള്ളത്. ആ പിന്നെ നിന്നെ ഞാൻ എന്താ വിളിക്കേണ്ടത്? ചിന്നുന്ന് വിളിക്കണോ ജസ്ലിന്ന് വിളിക്കണോ? എന്ത് വേണമെങ്കിലും വിളിച്ചോ, തേറി മാത്രം വിളിക്കാതിരുന്നാൽ മതി. നിനക്കൊരു മാറ്റമില്ലല്ലോടി പെണ്ണേ. പിന്നല്ലാതെ ഞാൻ ഇവിടുന്ന് മാറാനാ, ഞാൻ ഇങ്ങനെ തന്നെ ഇരിക്കും എപ്പോഴും. നമുക്ക് ചുറ്റുമുള്ളവർക്ക് പോസിറ്റീവ് എനർജി നമ്മളുടെ കയ്യിൽ നിന്ന് കൊടുക്കാൻ പറ്റുമെന്ന് പറയുന്നതും ഒരു നല്ല കാര്യമല്ലേ? അപ്പോൾ കുറച്ച് നേരത്തേക്ക് അവരും ഹാപ്പിയാവും നമ്മളും ഹാപ്പിയാവും. സിമ്പിൾ. ഓ മാറണ്ട, എൻ്റെ കൊച്ചിങ്ങനെ തന്നെ ഇരുന്നാൽ മതി. അല്ലെങ്കിലും എനിക്ക് എൻ്റെ പൊട്ടിത്തെറിച്ച് നടക്കുന്ന ചിന്നുവിനെയാണ് ഇഷ്ടം. അതാണ്. അപ്പോൾ എന്തായാലും ഒരു കാര്യം ചെയ്യാം. ഓഫീസിൽ സ്റ്റാഫ്സിൻ്റെയൊക്കെ മുന്നിൽ വെച്ച് നമുക്ക് എന്തെങ്കിലും മീറ്റിങ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ എന്നെ ഒഫീഷ്യൽ നെയിം തന്നെ വിളിക്കാം, ജസ്ലിന്ന്. അല്ലെങ്കിൽ നമ്മൾ മാത്രമാണെങ്കിൽ ഞാൻ ചിന്നുന്ന് തന്നെ വിളിക്കാം. നീ എന്ത് പറയുന്നു? ഓ അതിനെന്നാ, എന്നാൽ പിന്നെ അങ്ങനെ തന്നെ ആയിക്കോട്ടെ. ഓക്കേടാ, എന്നാൽ ശരി. നീ ജാക്സിൻ്റെ അടുത്തേക്ക് ചെല്ല്. അവൻ നിനക്ക് എല്ലാം പറഞ്ഞു തരും. ഇവിടെയൊക്കെ കാണിച്ചു തരുകയും എല്ലാവരെയും പരിചയപ്പെടുത്തി തരികയും ചെയ്യും. ഓക്കെ കിച്ചോട്ടെ, എന്നാൽ ഞാൻ അങ്ങോട്ട് പോട്ടെ. അയ്യോ സോറി. ഓക്കെ സർ, ഞാൻ എന്നാൽ അങ്ങോട്ട് പോട്ടെ. നീ എന്നെ ഏട്ടാൻ തന്നെ വിളിച്ചോ, സാറിന്ന് വിളിക്കണ്ട, കുഴപ്പമില്ല. അയ്യോ വേണ്ട, നമ്മുടെ സ്റ്റാഫ്സിൻ്റെയൊക്കെ മുന്നിൽ വെച്ചിട്ട് ഏട്ടാന്ന് വിളിക്കുന്നത് ശരിയാവില്ലല്ലോ. അതുകൊണ്ട് ഞാൻ സാറിന് തന്നെ വിളിച്ചോളാം. ചെറിയൊരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാവുള്ളൂ, പിന്നെ പയ്യെ ശരിയായിക്കോളും. ഓക്കേടാ, നിൻ്റെ ഇഷ്ടം പോലെ എങ്ങനെയാണെന്ന് വെച്ചാൽ നീ വിളിച്ചോ, എനിക്കെന്തായാലും കുഴപ്പമില്ല. ആ പിന്നെ ഉണ്ടല്ലോ ചിന്നു, ഈ ഇടയ്ക്ക് നമ്മൾ വേർമേഴ്സ് ഗ്രൂപ്പ് ഓഫ് കമ്പനിയായിട്ട് കൊളാബറേറ്റ് ചെയ്യാൻ നോക്കിയിട്ട് പക്ഷെ നമുക്ക് അതിൻ്റെ കോൺട്രാക്റ്റ് കിട്ടിയില്ലായിരുന്നു. നമുക്ക് ആക്ച്വലി അതൊരു വലിയ ലോസ് ക്രിയേറ്റ് ചെയ്യേണ്ടതാണ്. പക്ഷേ നന്ദിനീസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ കോൺട്രാക്റ്റ് നമുക്ക് കിട്ടിയത് കൊണ്ട് അത്രയ്ക്കും വലിയൊരു ലോസ് നമുക്ക് ഉണ്ടായിട്ടില്ല ഇവിടെ. അപ്പോൾ അതിൻ്റെ ലോസ് ഒന്ന് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ ഏതെങ്കിലും കമ്പനീസൊക്കെ ആയിട്ട് നമുക്ക് കൊളാബറേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ നോക്കുന്നുണ്ടായിരുന്നു. ഞാൻ ജാക്സനെയാണ് ആ ഒരു ജോബ് ഏൽപ്പിച്ചിരുന്നത്. അപ്പോൾ പറ്റുമെങ്കിൽ ചിന്നു നീ അതൊന്ന് ഫോളോ അപ്പ് ചെയ്തേക്കട്ടോ. ഓ ഡൺ, അതിൻ്റെ കാര്യം ചെന്നു ഏറ്റു. ഓക്കേടാ ശരി, എന്നാൽ നീ എന്നാൽ ജാക്സൻ്റെ അടുത്തേക്ക് പോക്കോ. ഓക്കെ സർ. ഇവളുടെ ഒരു കാര്യം. ഹലോ ജാക്സൺ ചേട്ടാ, നമസ്കാരമുണ്ട്. നമ്മളെയൊക്കെ അറിയോ ആവോ? പിന്നെ എന്ത് ചോദ്യ ചിന്നു, അറിയാതെ പിന്നെ ഈ കാന്താരീനെ മറക്കാൻ പറ്റുമോ? നീ വരുന്ന കാര്യം തരൂ എൻ്റെ അടുത്ത് രാവിലെ പറഞ്ഞായിരുന്നു. അല്ല എന്ത് പറ്റി ഇപ്പോൾ ഇങ്ങോട്ട് വരാൻ കാരണം? നീ എന്താ നിന്റെ കമ്പനി പോവാഞ്ഞേ? അത് പിന്നെ ജാക്സൺ ചേട്ടാ, ഈ സ്വന്തം കമ്പനിയിലൊക്കെ വർക്ക് ചെയ്തതിന് ഒരു ഗുമ്മില്ലെന്നേ. ജാക്സ, ഈ ഫയലൊന്ന് സാറിൻ്റെ ടേബിളിൽ കൊണ്ട് വെച്ചേക്കാവോ? അല്ലേ അവിടെ വെച്ചേക്ക്, ഞാൻ സാറിന് പിന്നെ കൊടുത്തോളാം. ഇതാരത് ചിന്നു, അറിയോ എന്നെ? ഓർമ്മയുണ്ടോ? അവൾക്ക് ഓർമ്മ കാണാൻ സാധ്യത കുറവല്ലയ്യ, 1-2 തവണയല്ലേ നിന്നാകെ കണ്ടിട്ടുള്ളൂ. ചിന്നു, ഇത് ലയ, നമ്മുടെ ജുവലിൻ്റെ കൂടെ പഠിച്ചതാണ്. ഇവർ ഒരുമിച്ചാണ് പഠിച്ച കോളേജിൽ. ഞങ്ങളുടെ ജൂനിയർ ആയിരുന്നു രണ്ടുപേരും. ഓ അവളുടെ ഫ്രണ്ട് ലയ അല്ലേ? ഹായ് ലയ, നൈസ് ടു മീറ്റ് യു. അതെ നൈസ് ടു മീറ്റ് യു ടു ചിന്നു. എടാ എന്നാൽ ഞാൻ പോകട്ടോ, കുറച്ച് പെൻഡിങ് ബോക്സ് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. നമുക്ക് പിന്നെ മീറ്റ് ചെയ്യാം കേട്ടോ. ജാക്സ, ഞാൻ പോവാണേ. ആ ഫയൽ മറക്കാതെ സാറിന് കൊടുത്തേക്കണം കേട്ടോ. ആടി, ഞാൻ കൊടുത്തേക്കാം. ശരി എന്നാൽ ഓക്കെ. ചിന്നുസേ വാ, എന്നാൽ ഞാൻ ഓഫീസൊക്കെ ചുറ്റി കാണിച്ചിട്ട് നിന്റെ ജോബിൻ്റെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞുതരാം. വാ. അതാരാടിയത്? ഏതാരാണെന്ന്? ഇപ്പൊ നീ സംസാരിച്ചില്ലേ ആ കുട്ടി ആരാണെന്ന്? ഓ അത് നമ്മുടെ ANG കൺസ്ട്രക്ഷൻ ഇല്ലേ, അവിടുത്തെ ജുവൽ മാമിൻ്റെ സിസ്റ്ററാണ്. അവളെന്തിനാ ഇവിടെ വന്നേക്കുന്നേ? അവള് നമ്മുടെ തരിക് സാറിൻ്റെ PA ആയിട്ട് ജോയിൻ ചെയ്തു.
അയ്യോ അതെന്തിനാ ഇവിടെ ഒന്ന് ജോയിൻ ചെയ്തേ? അതെങ്ങനെ എനിക്കറിയാനാ? അവൾക്ക് ഇവിടെ വർക്ക് ചെയ്യണമെന്ന് തോന്നിക്കാണും, അതുകൊണ്ട് വന്ന് ജോയിൻ ചെയ്തായിരിക്കും. പിന്നെ നിനക്കറിയണമെന്ന് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ നീ കുറച്ച് കഴിയുമ്പോൾ അവളോട് തന്നെ പോയി ചോദിക്ക്. ഇപ്പം നീ പെൻഡിങ് കിടക്കുന്ന വർക്ക്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കി. എന്നാലും അതെന്തുണ്ടായിരിക്കും? അങ്ങനെ നമ്മുടെ ചിന്നു കിച്ചുവിൻ്റെ പി ആയിട്ടും നമ്മുടെ തരു മിന്നുവിൻ്റെ പി ആയിട്ടും ജോയിൻ ചെയ്തിട്ട് ഏകദേശം ഇപ്പോൾ ഒരു 1 month ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അവരുടെ ജോബൊക്കെ നല്ല രീതിയിൽ തന്നെ അവർ ചെയ്യുന്നുണ്ട്. അതിനിടയിൽ നമ്മുടെ തരുവിൻ്റെയും ചിന്നുവിൻ്റെയും പ്ലാനിങ്സും നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട് കേട്ടോ. 1 മാസമൊക്കെ കഴിഞ്ഞില്ലേ? അപ്പോൾ അവരുടെ ഓഫീസിലെ സിറ്റുവേഷൻ എന്തായെന്നും പിന്നെ നമ്മുടെ തരുവിൻ്റെയും ചിന്നുവിൻ്റെയും പ്ലാനൊക്കെ എന്തായെന്നും നമുക്കൊന്ന് പോയി നോക്കാം. ജുവൽ വേമസർ വന്നിട്ടുണ്ട്. ജുവലിനെ മീറ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. മീറ്റിംഗ് റൂമിൽ ഇരിപ്പുണ്ട്. ആണോ? സർ വരുന്ന കാര്യം നേരത്തെ പറഞ്ഞിരുന്നോ? ഇല്ല ജുവൽ, എന്നോടൊന്നും പറഞ്ഞിരുന്നില്ല. ആണോ? എന്താണാവോ ഒന്നും പറയാതെ വന്നേ? വാ, നമുക്ക് എന്തായാലും മീറ്റിംഗ് റൂമിലേക്ക് പോയി നോക്കാം. വാ. ജുവൽ, come in. Please take your seat. താങ്ക് യു സർ. സർ എന്താ സർ ഒരു മുന്നറിയിപ്പില്ലാതെ വന്നേ? ജുവൽ, ഞാൻ കുറച്ച് കാര്യങ്ങൾ ഡിസൈഡ് ചെയ്തു. അപ്പോൾ അതിനെപ്പറ്റി ജുവലിനെ കൂടി ഒന്ന് ഇൻഫോം ചെയ്യാൻ വേണ്ടിയിട്ട് വന്നത്. എന്താണ് സർ? എന്താണെങ്കിലും പറഞ്ഞോളൂ. ജുവൽ, നമ്മൾ കൊളാബറേറ്റ് ചെയ്യുന്ന പ്രൊജക്റ്റ് ഇല്ലേ, ആ പ്രൊജക്റ്റിലേക്ക് ഞാൻ കേസ് കൺസ്ട്രക്ഷനെയും കൂടി ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ അതൊന്ന് ജുവലിനോട് പറയാൻ വേണ്ടിയിട്ട് വന്നതാ. സർ എന്താണ് സർ ഇങ്ങനെ പെട്ടെന്ന് ഡിസൈഡ് ചെയ്യാനായിട്ട്? അതും കേസ് കൺസ്ട്രക്ഷൻ ആയിട്ട്? പെട്ടെന്നൊന്നുമല്ല ജുവൽ, ഞാൻ നല്ലോണം ആലോചിച്ചെടുത്ത തീരുമാനമാണ്. ഞങ്ങളുടെ കമ്പനിക്ക് വേണ്ടി നിങ്ങൾ ചെയ്തു തരുന്ന പ്രൊജക്റ്റ് അല്ലേ, അപ്പോൾ അത് 2 ഗ്രൂപ്പും കൂടി കൊളാബറേറ്റ് ചെയ്ത് ചെയ്യുവാണെങ്കിൽ നമുക്ക് അത്രയും പ്രോഫിറ്റ് കിട്ടുമല്ലോ. പിന്നെ തന്നെയല്ല, നിങ്ങളെപ്പോലെ തന്നെ കേസ് കൺസ്ട്രക്ഷനും അത്യാവശ്യം പോപ്പുലർ ആയിട്ടുള്ള ഒരു കമ്പനി തന്നെയാണ്. അവർ ഓൾറെഡി എന്നെ അപ്രോച്ച് ചെയ്തിരുന്നു ഈ ഒരു കോൺട്രാക്റ്റിന് വേണ്ടിയിട്ട്. പക്ഷേ ആ ടൈമിൽ ഞാനത് വേണ്ടാന്ന് വെച്ചത്, നിങ്ങളായിട്ട് മാത്രം സൈൻ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നീട് ഞാൻ ആലോചിച്ചപ്പോഴത്തേക്കും തോന്നി 2 പേരും കൂടി കൊളാബറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നല്ലതായിരിക്കും. നമ്മളുടെ ഈ ഒരു പ്രൊജക്റ്റിനും അത്യാവശ്യം പോപ്പുലാരിറ്റി കിട്ടുമെന്ന്. ബട്ട് സർ, ഡിസിഷൻ എടുക്കുന്നതിന് മുന്നേ എന്നോടും കൂടി ഒന്ന് ആലോചിക്കായിരുന്നു. എന്ത് തന്നെയായാലും കേസ് കൺസ്ട്രക്ഷനായിട്ട് കൊളാബറേറ്റ് ചെയ്യാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് സർ. സർ വേണമെങ്കിൽ കോൺട്രാക്റ്റ് അവർക്ക് കൊടുത്തോളൂ. എനിക്ക് എന്തായാലും അവരായിട്ട് കൊളാബറേറ്റ് ചെയ്യാൻ താല്പര്യമില്ല. ഐ എം സോറി സർ. ജുവൽ, കോൺട്രാക്റ്റ് അവർക്ക് കൊടുക്കാനായിരുന്നെങ്കിൽ എനിക്കത് നേരത്തെ തന്നെ ചെയ്യാമായിരുന്നല്ലോ. പക്ഷേ എനിക്ക് വേണ്ടത് നിങ്ങൾ 2 പേരും കൂടി കൊളാബറേറ്റ് ചെയ്ത് ചെയ്യുന്ന പ്രൊജക്റ്റാണ്. സോറി സർ, എന്ത് തന്നെയായാലും എനിക്ക് അവരുടെ കൂടെ ഈ പ്രോജക്റ്റ് കൊളാബറേറ്റ് ചെയ്യാൻ താല്പര്യമില്ല. ഐ എം വിത്ഡ്രോയിങ് ഫ്രം ദിസ് പ്രോജക്റ്റ് സർ. ഐ എം റിയലി സോറി. ഒന്നുകൂടി ഒന്ന് ആലോചിച്ചിട്ട് പോരെ ജുവൽ, വിത്ഡ്രോ ഒക്കെ ചെയ്യുന്നത്. ജുവൽ മാം, നമ്മൾ ഓൾറെഡി കോൺട്രാക്റ്റിൽ സൈൻ ചെയ്തപ്പോഴത്തേക്കും ഇതിൽ നിന്ന് ഇടയ്ക്ക് വെച്ച് വിത്ഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ അവരാവശ്യപ്പെടുന്ന കോമ്പൻസേഷൻ നമ്മൾ കൊടുക്കാമെന്ന് സൈൻ ചെയ്ത കോൺട്രാക്റ്റിലുണ്ട് മാം. ഇപ്പോൾ നമ്മൾ ഈ പ്രൊജക്റ്റിൽ നിന്ന് വിത്ഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് വലിയൊരു എമൗണ്ട് നമ്മൾ കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വരും. അത് നമ്മുടെ കമ്പനിക്ക് നല്ലൊരു ലോസ് ഉണ്ടാക്കും മാം. അതുകൊണ്ട് തൽക്കാലത്തേക്ക് വേമസർ പറഞ്ഞതിനോട് എഗ്രി ചെയ്യുന്നതാണ് നല്ലത് മാം. ബട്ട് തരു, അത് കേസ് കൺസ്ട്രക്ഷൻസിനായിട്ടാ. വേറെ ഏത് കമ്പനി ആയാലും കുഴപ്പമില്ലായിരുന്നു, ഞാൻ കൊളാബറേറ്റ് ചെയ്തേനെ. പക്ഷെ കേസ് കൺസ്ട്രക്ഷനായിട്ട് ഞാൻ എങ്ങനെ? എനിക്ക് മനസ്സിലാവും മാം, പക്ഷെ നമുക്ക് പോലത് നമ്മുടെ കമ്പനിയല്ലേ മാം. തൽക്കാലത്തേക്ക് മാം എഗ്രി ചെയ്യും മാം, അല്ലാതെ നമ്മുടെ മുന്നിൽ ഇപ്പോൾ വേറെ വഴിയില്ലാത്തതുകൊണ്ടാണ്. ഓ ഗോഡ്. ഓക്കെ, ഞാൻ സമ്മതിക്കാം. വേമ സർ, കേസ് കൺസ്ട്രക്ഷനായിട്ട് കൊളാബറേറ്റ് ചെയ്യാൻ എനിക്ക് സമ്മതമാണ് സർ, കുഴപ്പമില്ല. Good decision, Joel. You have made the right decision. അപ്പോൾ ജുവൽ, കോൺട്രാക്റ്റ് ആൻഡ് എഗ്രിമെൻ്റ് ഒക്കെ റിവൈസ് ചെയ്തിട്ട് ഞാൻ വിളിക്കാം. എന്നിട്ട് നമുക്ക് തരിക്കായിട്ടൊരു മീറ്റിംഗ് വെച്ചിട്ട് നമുക്ക് 3 പേർക്കും കൂടി ഒരുമിച്ച് പുതിയ എഗ്രിമെൻ്റ് സൈൻ ചെയ്യാം. ഓക്കെ, എന്താ പറയുന്നു? എനിക്ക് ഓക്കെയാണ് സർ. പിന്നെ നിങ്ങൾ കൊളാബറേറ്റ് ചെയ്യാൻ റെഡിയാണെന്നുള്ള കാര്യം കേസ് കൺസ്ട്രക്ഷനിൽ തരിക്കിനെയും കൂടി ഒന്ന് വിളിച്ച് പറഞ്ഞേക്കട്ടോ. ഞാൻ അവരെ ഇൻഫോം ചെയ്തിട്ടില്ല. ഇതെന്തായാലും ഒരു നല്ല തുടക്കമാവട്ടെ. അയാളുടെ സെക്രട്ടറിനെ വിളിച്ച് പറഞ്ഞാലും മതി. അപ്പോൾ ശരി എന്നാ ജുവൽ, ഞങ്ങൾ എന്ന് ഇറങ്ങുക, പിന്നെ കാണാം. ഓക്കെ സർ. തരു, നീ എന്നാ ആരെയെന്ന് വെച്ച് വിളിച്ച് പറഞ്ഞേക്ക് ഈ കാര്യം. ഞാൻ എൻ്റെ ക്യാബിനിലേക്ക് പോവാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ ഇൻഫോം ചെയ്താൽ മതി. ഓക്കെ? ഓക്കെ മാം. ഹലോ, എന്താടാ? എടി, നീ എവിടെയാ? ഈ നേരത്ത് ഞാൻ വേറെ എവിടെ ഉണ്ടാവാനാടാ? ഓഫീസിൽ. അല്ല, നീ എന്താ ഇപ്പം വിളിച്ചേ? എടി, അത് വേമസർ വന്നിരുന്നു ഇവിടെ കുറച്ച് മുന്നേ.
സാറിൻ്റെ കമ്പനിയായിട്ട് ഞങ്ങൾ ചെയ്യുന്ന പ്രൊജക്റ്റ് നിങ്ങളുടെ കൂടെ കൊളാബറേറ്റ് ചെയ്ത് ചെയ്യുന്ന കാര്യം പറയാൻ വേണ്ടിയിട്ട്. ആണോ? എന്നിട്ട് എന്തായി? മിന്നു സമ്മതിച്ചോ? ഏയ്, മിന്നു ഇത് കേട്ടപ്പോഴത്തേക്കും ആദ്യമൊക്കെ ഉടക്ക് തന്നെയായിരുന്നു, സമ്മതിച്ചൊന്നുമില്ല. പിന്നെ ഞാൻ കമ്പനിക്ക് നല്ല ലോസ് ആവും, നമ്മൾ കുറെ കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് പിന്നെ സമ്മതിച്ചത്. ആഹാ, എന്നിട്ട് വർമ്മ സാറ് പോയോ അവിടുന്ന്? ആ, ഞങ്ങളോട് നിങ്ങളുടെ കമ്പനിയെ വിളിച്ച് കാര്യം അറിയിക്കാൻ പറഞ്ഞിട്ട് ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങിയേ ഉള്ളൂ. ഓ ആണല്ലേ, അത് തന്നെ നന്നായി. അപ്പോൾ എന്തായാലും എല്ലാം നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെയാണല്ലേ പോകുന്നേ? അതൊക്കെ അങ്ങനെ തന്നെയാ നടക്കുന്നേ. പക്ഷെ എന്നാലും എടി, നീ എന്തു പറഞ്ഞിട്ടാണ് ഈ വർമ്മ സാറിനെ ഈ കാര്യത്തിന് സമ്മതിപ്പിച്ചേ? അതൊക്കെ ഉണ്ട് മോനെ. നീ ഈ ചിന്നുനെ പറ്റി എന്താ വിചാരിച്ചേ? ഞാനൊരു വാർത്ത சொன்னா അതുപോലെ തന്നെ നടത്തി കാണിച്ചിരിക്കും. തമിഴ് അധികം അറിയില്ല അല്ലേ? പിന്നെ എന്തിനാ മോളെ പറ്റാത്ത പണിക്ക് പോകുന്നേ? നീ കാട്ടുമാക്കാം, എനിക്ക് തമിഴൊക്കെ അറിയാം. അത് കേട്ടാലും മനസ്സിലാവും. നീ പോണ പട്ടി, ഞാൻ വെക്കുവാ. അയ്യോ, വെക്കില്ലേ. എന്തായാലും നമ്മുടെ പ്ലാനൊക്കെ ഇത്രയും സക്സസ്ഫുൾ ആയതല്ലേ, അപ്പോ ഒരു ഉമ്മ തന്നിട്ട് പോടി. അതിന് അതും ഉമ്മയുമായിട്ട് എന്താ ബന്ധം? അല്ല, പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല, എന്നാലും ഒരു സന്തോഷത്തിന്. ഓഹോ, എന്നാലേ എനിക്ക് ഉമ്മ തരാൻ സൗകര്യമില്ല. മോൻ കൊണ്ട് കേസ് കൊടുക്ക്. എടി, എന്തുവാടി ഒരു സ്നേഹമില്ലാതെ? എത്ര ദിവസമായി നമ്മൾ കണ്ടിട്ട്. എന്തുവാ ചിന്നു? നിനക്ക് അവിടെ ഓഫീസിൽ വരെ പണിയൊന്നുമില്ലേ? പോയി നിന്റെ പണി നോക്കി. ഞാൻ എന്തായാലും ചെന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ കിച്ചുവേട്ടനോട് പറയട്ടെ. നീ ഇപ്പൊ പൊക്കോ, നിന്നെ വൈകാതെ എൻ്റെ കൈ കിട്ടും മോളെ. അപ്പൊ ഞാൻ എടുത്തോളാം. ഓ ആയിക്കോട്ടെ, എടുത്താ പൊങ്ങുങ്കി മോൻ എടുത്തോ. ശരി എന്നാ, ഞാൻ പോകുക. ബൈ. ആടി, ഓക്കെ. മിന്നും അപ്സെറ്റായിട്ടാ ഇവിടുന്ന് പോയത്. ഞാനൊന്ന് ചെന്ന് നോക്കട്ടെ എന്താ അവസ്ഥ എന്ന്. ശരി, ബൈ. സർ, മേ കമിൻ സർ? ആ ചിന്നു, കേറി വാടാ. കിച്ചുവേട്ടാ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ആടാ, എന്താണെങ്കിലും നീ പറഞ്ഞോ, എന്ത് പറ്റി? അത് പിന്നെ കിച്ചുവേട്ടാ, അന്ന് ഏട്ടൻ പറഞ്ഞതിന് ശേഷം ഞാൻ ബാക്കി കമ്പനീസിൻ്റെ പ്രൊജക്ട്സ് ഫോളോ അപ്പ് ചെയ്യുന്നതിൻ്റെ ഒപ്പം വർമാസ് കമ്പനീസിനെയും കൂടി ഫോളോ അപ്പ് ചെയ്തിരുന്നു. ആൻഡ് ഫൈനലി അവർ നമ്മളായിട്ട് കോൺട്രാക്ട് സൈൻ ചെയ്യാമെന്ന് എഗ്രി ചെയ്തിട്ടുണ്ട് ഏട്ടാ. ഓ മൈ ഗോഡ് ചിന്നു, ഇത് ശരിക്കും ഒരു ഹാപ്പി ന്യൂസ് ആണല്ലോ. താങ്ക് യു സോ മച്ച് ടാ. യു ഹാവ് റിയലി ഡൺ എ ഗ്രേറ്റ് ജോബ്. ഐ റിയലി അപ്രീഷിയേറ്റ് ദാറ്റ്. ഞാനിത് ജാക്സണോടും കൂടെ പറയട്ടെ കേട്ടോ. ഹലോ എടാ, നീ ഒന്ന് എൻ്റെ ക്യാബിനിലേക്ക് വന്നേ ഇമ്മീഡിയറ്റ്ലി. ആടാ, ഞാനിപ്പോൾ വരാം. എന്താടാ, എന്തിനാ വരാൻ പറഞ്ഞേ? എടാ, നീ അറിഞ്ഞോ വർമാസ് ഗ്രൂപ്പ് നമ്മളായിട്ട് കോൺട്രാക്ട് സൈൻ ചെയ്യാന്ന് എഗ്രി ചെയ്തു എന്ന് ചിന്നു ഇപ്പോൾ ഒന്ന് പറഞ്ഞതാ. നമ്മളായിട്ട് കോൺട്രാക്ട് സൈൻ ചെയ്യാന്ന് എഗ്രി ചെയ്തെന്നോ? അപ്പോൾ A&J കൺസ്ട്രക്ഷൻസ് ആയിട്ടോ? അവർ ഓൾറെഡി കോൺട്രാക്ട് സൈൻ ചെയ്തതല്ലേ? ഓ, നീ എന്തിനാ ഇപ്പം അവരുടെ കാര്യമൊക്കെ അന്വേഷിക്കാൻ പോകുന്നേ? നിനക്ക് നമ്മുടെ കമ്പനിയുടെ കാര്യം അറിഞ്ഞാൽ പോരെ? അവരുടെ കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ നോക്കിക്കോളും. അതല്ല ഏട്ടാ, വേറൊരു കാര്യം കൂടിയുണ്ട്. അതെന്താ? അത് പിന്നെ ഏട്ടാ, വർമ്മ സാർ ഓൾറെഡി A&J കൺസ്ട്രക്ഷനായിട്ട് ഈ കോൺട്രാക്ട് സൈൻ ചെയ്തതാണല്ലോ. അതിനുശേഷവും ഞാൻ സാറിനെ അപ്രോച്ച് ചെയ്ത് മാക്സിമം കൺവിൻസ് ചെയ്യാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, നമ്മുടെ കമ്പനിക്കും കൂടി ഒരു ചാൻസ് തരാനായിട്ട് പറഞ്ഞ്. അപ്പോഴാണ് സാർ പിന്നെ ഇങ്ങനെ ഒരു ഐഡിയ മുന്നോട്ട് വെച്ചത്. അതായത് നമ്മൾ ഒറ്റയ്ക്കല്ല ഈ പ്രോജക്റ്റ് സാറിന് ചെയ്തു കൊടുക്കണ്ടേ, A&J കൺസ്ട്രക്ഷനായിട്ട് കൊളാബറേറ്റ് ചെയ്ത് കൊടുക്കാനാണ് സാർ പറഞ്ഞത്. വാട്ട്? അതേട്ടാ, A&J കൺസ്ട്രക്ഷനും KS കൺസ്ട്രക്ഷനും കൂടി കൊളാബറേറ്റ് ചെയ്ത് ഈ പ്രൊജക്റ്റ് അവർക്ക് ചെയ്തു കൊടുക്കുക എന്നാണ് വർമ്മ സാറിൻ്റെ ഡെസിഷൻ. എന്താ നീ പറയുന്ന ചിന്നു? A&J കൺസ്ട്രക്ഷനായിട്ട് കൊളാബറേറ്റ് ചെയ്യാനോ? നമ്മുടെ കമ്പനിയോ? അതെ സർ, A&J കൺസ്ട്രക്ഷനായിട്ട് കൊളാബറേറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ പ്രൊജക്റ്റ് കിട്ടുള്ളൂ. അല്ലാതെ നമുക്ക് മാത്രമായിട്ട് ഈ പ്രൊജക്റ്റ് വർമ്മ സാർ തരില്ല എന്ന് പറഞ്ഞു സർ. ഇപ്പോൾ തരു എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവരോടും വർമ്മ സാർ അങ്ങനെ തന്നെ പറഞ്ഞതെന്നാണ് എന്നോട് പറഞ്ഞത് അവൻ. ഓഹോ, എന്നിട്ട് അവള് സമ്മതിച്ചോ? അതിന് സമ്മതിച്ചു എന്നാണ് തരു പറഞ്ഞത് ഏട്ടാ. ഓ, അപ്പോൾ അവളെ സമ്മതിച്ചെങ്കിൽ പിന്നെ ഞാനായിട്ട് എന്തിനെതിരെ നിൽക്കുന്നത്? ഞാൻ സമ്മതിച്ചെന്ന് വർമ്മ സാറിനെ വിളിച്ച് പറഞ്ഞേക്ക് ചിന്നു. അങ്ങനെ ഞാൻ സമ്മതിക്കാതെ ഈ പ്രൊജക്റ്റ് നമുക്ക് നഷ്ടമാവരുത്. പ്രോഫിറ്റിൻ്റെയോ ലോസിൻ്റെയോ കാര്യം മാത്രമല്ല, അങ്ങനെ അവൾ മാത്രമായിട്ട് ജയിക്കാൻ ഞാൻ സമ്മതിക്കില്ല. നീ ചെയ്യുന്നൊന്നും ശരിയല്ല കിച്ചു. അവളെ ദ്രോഹിക്കാൻ വേണ്ടി മാത്രമായിട്ട് നീ ഈ പ്രൊജക്റ്റിന് സമ്മതിച്ചത് ഒട്ടും ശരിയായില്ല. അതിന് ഞാൻ എന്ത് ചെയ്തെന്നാ? ഞാൻ നമ്മുടെ കമ്പനിക്ക് വേണ്ടിയിട്ടല്ലേ പ്രൊജക്റ്റിന് സമ്മതിച്ചേ? ഉവ്വ, അതിപ്പോൾ നീ പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലാവുകയും ചെയ്തു. കിച്ചു, ഓരോ തവണ നീ അവളെ ഹേർട്ട് ചെയ്യുമ്പോഴും അത് അവളെ മാത്രമല്ല നിന്നെ കൂടി ഹേർട്ട് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം നീ മറക്കരുത്. പഴയതൊന്നും നീ മറന്നിട്ടില്ലെങ്കിൽ അവൾക്ക് വേദനിക്കുന്ന ഓരോ വേദനയും അതിലേറെ ഇരട്ടിയായിട്ട് നിനക്ക് വേദനിക്കുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നീ അതൊക്കെ എത്ര ഹൈഡ് ചെയ്യാൻ ശ്രമിച്ചാലും എനിക്ക് നന്നായിട്ട് മനസ്സിലാവും കിച്ചു.
ഓരോന്ന് ചെയ്തു കൂട്ടുന്നതിന് മുന്നേ ഇതൊക്കെ ആലോചിച്ചാൽ കൊള്ളാം. ഞാനെന്തായാലും എൻ്റെ ക്യാബിലേക്ക് പോവാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ചിന്നു, എന്നാ നീയും പൊക്കോ. എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ എന്നെ അറിയിച്ചാൽ മതി. ഓക്കെ ഏട്ടാ. എന്നാലും എന്തായിരിക്കും ജാക്സൺ ചേട്ടൻ അങ്ങനെയൊക്കെ പറഞ്ഞത്? ഇനി എങ്ങാനും കിച്ചുവേട്ടന് ഇപ്പോഴും അവളെ ഇഷ്ടമാണോ? കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു.